സൂപ്പർ ആണല്ലോ മോളെ. സൃഷ്ടിക്കുട്ടി ഹോംവർക്ക് ഒക്കെ ചെയ്തായിരുന്നോ? കൊള്ളാലോ, സൂപ്പർ ആണല്ലോ. അപ്പ നാളത്തെ ടിക്കറ്റ് ആണേ. ഹലോ, just give me 5 minutes. I'll be sending the mail to you. എന്റെ കുഞ്ഞുമകൾ ഇന്ന് എത്ര വലുതായിരിക്കുന്നു. പണ്ടെന്റെ വീടിന് ചുറ്റും ഓടിക്കളിച്ചിരുന്ന എന്റെ കുട്ടി ഇന്നൊരു വീട് മുഴുവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു. ഓഫീസ് ജോലികൾ മാനേജ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഐ എം സോ പ്രൗഡ് ആൻഡ് ഐ എം സോ സോറി. സോറി എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നതിൽ സോറി. കുഞ്ഞുനാളിൽ ഈ വീട്ടുപണിയെല്ലാം പെണ്ണിന്റെ മാത്രം പണി അല്ല എന്ന് നിനക്ക് പഠിപ്പിച്ചു തരാത്തതിൽ സോറി. ഇല്ലേലും ഞാനെങ്ങനെ നിന്നെ പഠിപ്പിക്കാനാ? ഇത്രയും കാലം ഞാനൊരിക്കൽ പോലും നിന്റെ അമ്മയെ വീട്ടുജോലിയിൽ സഹായിച്ചിട്ടില്ല. നീ എന്താണോ കണ്ടത് അത് നീ പഠിച്ചു. നിന്റെ ഭർത്താവിനെയും കുറ്റം പറയാൻ പറ്റില്ല. അവനും അവന്റെ വീട്ടിൽ കണ്ടുപിടിച്ചത് ഇത് തന്നെയായിരിക്കും. അവന്റെ അമ്മ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമ്പോൾ ഒരു സോഫയിൽ നിന്ന് TV കാണുകയോ പത്രം വായിക്കുകയോ ചെയ്യുന്ന ഒരു അച്ഛനെ ആയിരിക്കും അവൻ കണ്ടിട്ടുള്ളത്. അവന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും സോറി. നിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും സോറി. ഈ തെറ്റായ എക്സാമ്പിൾ കാണിച്ചു വളർത്തിയ ഓരോ അച്ഛന്മാരുടെ ഭാഗത്തു നിന്നും സോറി. പക്ഷേ ഇപ്പോഴും വൈകിട്ടില്ല. ഈ സോറിയോടൊപ്പം ഞാൻ എന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ തീരുമാനമെടുത്തു. ഇനി വീട്ടിലെ ജോലികളിൽ അമ്മയെ സഹായിക്കുമെന്ന്. കിച്ചണിലെ രാജാവായില്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അവളെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. ഇത്രയും കാലം ഒരു തെറ്റായ എക്സാമ്പിളായി ഞാൻ ജീവിച്ചു. അത് ഇന്നു മുതൽ ഞാൻ മാറ്റിക്കുറിക്കുന്നു. നിന്റെ അച്ഛൻ. നമ്മൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ വീട്ടുപണിയെല്ലാം സ്ത്രീകളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ഈ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടു വളർന്നത് ഇത് തന്നെയാണ്. എപ്പോഴും വീട്ടിൽ പണിയെടുക്കുന്ന ഒരു അമ്മയെയും ഇതിലൊന്നും ഇടപെടാത്ത ഒരച്ഛനെയും. പണ്ട് വീടിന് പുറത്തുള്ള ജോലികൾ പുരുഷന്റെ റെസ്പോൺസിബിലിറ്റിയും വീട് മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്ത്രീകളുടെ എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ന് കാലം മാറിയിരിക്കുന്നു. സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലിക്ക് പോകുന്നു. ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോഴും വീട് മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്ത്രീയുടേത് മാത്രമായിരിക്കുകയാണ്. ഒരു സർവേ അനുസരിച്ച് 71% സ്ത്രീകളും പുരുഷന്മാരെക്കാളും കുറവായാണ് ഉറങ്ങുന്നത്. ഓരോ വീട്ടിലും ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്നതും ഏറ്റവും അവസാനം ഉറങ്ങുന്നതും സ്ത്രീ ആയിരിക്കും. ഒരു ദിവസം ഒരു സ്ത്രീ 5 മുതൽ 6 മണിക്കൂർ വരെ വീട്ടുജോലികളിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ 1 മണിക്കൂറിന് താഴെ മാത്രമാണ് വീട്ടുപണികളിൽ ഏർപ്പെടുന്നത്. എന്താ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന സ്ത്രീകൾക്ക് വിശ്രമം വേണ്ടേ? അവർക്കെന്താ ഉറങ്ങണ്ടേ? ഇത് ശരിക്കും ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് തന്നെയല്ലേ? ഇതിനൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ പെൺമക്കളോട് പലപ്പോഴും പറയും, നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ട പെണ്ണാണ്, അതുകൊണ്ട് എല്ലാ പണിയും പഠിച്ചോളൂ എന്ന്. ഈ ഒരു ചോദ്യം നമ്മൾ എത്ര ആൺമക്കളോട് ചോദിക്കും? ഇനി മുതൽ നമുക്ക് ആണുങ്ങളെയും എല്ലാ പണിയും പഠിപ്പിക്കാം. സമത്വം എന്നൊരു ആശയം അത് തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. നാളത്തെ തലമുറ ഈ ഒരു തെറ്റായ എക്സാമ്പിൾ ഫോളോ ചെയ്യാതിരിക്കാൻ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. So let's share the responsibility and share more and more love. വീട്ടുജോലി സ്ത്രീയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു മാറ്റം തീർച്ചയായും ഈ ലോകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന് പറയുന്ന ഈ കുഞ്ഞു കുടുംബത്തിന്റെ ഭാഗമായി ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് ലോകത്തിന് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.